സാത്താൻ വർഗീസിന്റെ ആ മാന്തിയ പാട് പോയോ ആവോ? സാത്താൻ വർഗീസിന്റെ ദുരുപദേശ തള്ളുകളെക്കുറിച്ച് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നൽകിയിരുന്നു. ഇത് കണ്ട് സാത്താൻ വർഗീസിന്റെ പൈശാചിക കൂട്ടായ്മകളിൽ നിന്നും രക്ഷപ്പെട്ട പലരും ഞങ്ങളെ വിളിക്കുകയുണ്ടായി. അതൊക്കെ കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു വീഡിയോ കൂടി കാണാം. സാത്താൻ വർഗീസിന്റെ മറ്റൊരു തള്ളാണത്. തള്ളെന്ന് പറഞ്ഞാൽ വെറും തള്ളല്ല, തള്ളി മറിക്കുകയാണ്. സാത്താൻ വർഗീസിന്റെ തള്ളുകൾ അസഹനീയമായപ്പോൾ ഉണ്ണക്കുഞ്ഞുങ്ങൾ ഇദ്ദേഹത്തിന് മറ്റൊരു പേര് കൂടി ചാർത്തി കൊടുത്തിട്ടുണ്ട്, തള്ളു വർഗീസ്. സാത്താനപ്പൂപ്പ, ഇത്രയും കാലം നിങ്ങൾ ലോകമൊട്ടുക്കും ഓടി നടന്ന് ദൈവദൂഷണം തള്ളിപ്പറിച്ചില്ലേ? ഇനിയെങ്കിലും ഒന്ന് അടങ്ങി വീട്ടിലിരിക്കാമോ? ഇനി തള്ളൽ വർഗീസിന്റെ ഒരു ചിഹ്ന തള്ളൽ കണ്ടിട്ട് ഉടനെ മടങ്ങി വരാം. ഏതോ ഒരു രാജ്യത്തു നിന്ന് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരിക. ഞങ്ങൾ രണ്ടുപേരും കൂടെ വരുമ്പോൾ ഒരു ഫ്ലൈറ്റ് അങ്ങ് മിസ്സായി. ആ രാജ്യത്ത് ഞങ്ങളെ അറിയുന്ന ഒറ്റയാൾ ഞങ്ങളെ അറിയുന്ന ഒരാളെ രാജ്യത്തില്ല. അടുത്ത 48 മണിക്കൂർ, 2 ദിവസം കഴിഞ്ഞ് പിന്നെ ഇവിടുന്ന് ഫ്ലൈറ്റുള്ളൂ. ഈ 48 മണിക്കൂർ ഞങ്ങൾ ഇവിടെ എങ്ങനെ ചെലവഴിയും? എന്ത് ചെയ്യും? വരും ഫ്ലൈറ്റ് അങ്ങ് പോയി, അതിൻ്റെ ഗേറ്റ് അടച്ചുപോയി, ഒരു നിവൃത്തിയില്ല പോരാൻ. ഞാനും ഭാര്യയും കൂടെ അപ്പുറം കണ്ണി നോക്കി. ഞങ്ങളുടെ ഒരു കുറ്റം കൊണ്ടുമല്ല, ഇങ്ങോട്ട് കൊണ്ടുവന്ന ഫ്ലൈറ്റ് 1 മണിക്കൂർ ലേറ്റ് ആയിപ്പോയി, മറ്റവൻ നേരത്തിന് പോവുകയും ചെയ്തു, അല്ലെ ഗേറ്റ് അടച്ചു. അങ്ങേയറ്റം വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഒരു മോഹം പെട്ടെന്ന്, അയ്യോ MA വർഗീസ് അല്ലേ? ഞാൻ പറഞ്ഞു അതെ. അറിയുമോ? പിന്നെ എന്നാ ഇവിടെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു ബ്രദറെ ഇങ്ങനെ ഗേറ്റ് അടച്ചു. ഏത് ഫ്ലൈറ്റിൻ്റെ? അയ്യോ അതിൻ്റെ ഇൻചാർജ് ഞാനാ. അടച്ചോ? ആ കുഴപ്പമില്ല വാസേ, കുഴപ്പമില്ല, ഫ്ലൈറ്റ് 1 മണിക്കൂർ കഴിഞ്ഞ് പോയാൽ മതി, ഡോണ്ട് വറി. 1 മണിക്കൂർ ഡിലേ ആക്കി മറ്റേ ഫ്ലൈറ്റേ വന്ന് എൻ്റെ സാധനം എടുത്ത് ഇതിനകത്ത് ലോഡ് ചെയ്തു, ഞങ്ങളെ കയറ്റി വിട്ടു. ഞാൻ ചോദിച്ചു ബ്രദർ ഏതാ? പാലസ് ഗ്രൗണ്ടിൽ പണ്ടൊരു മീറ്റിംഗ് നടന്നപ്പോൾ ബോംബെ വന്ന് അടുത്ത് കാണണമെന്ന് പറഞ്ഞ് MA വർഗീസ് അല്ലേ എന്നെ കൊണ്ട് കാണിച്ചത്. ഞാൻ ഓർക്കുന്നില്ല ആ സ്നേഹം. ഇനി പ്രേക്ഷകർ കേൾക്കുവാൻ പോകുന്നത് കോട്ടയം സ്വദേശിയായ ഷാജിയുടെ വാക്കുകളാണ്. ഭൂതോച്ചാടന പരിപാടിക്കായി ഈ സാത്താൻ ബാച്ചർ പറഞ്ഞു പഠിപ്പിച്ച് ചില സ്ത്രീകളെ ഇറക്കുമായിരുന്നു. അതുപോലെ ഒരെണ്ണം അവസാനം സാത്താൻ വർഗീസിനെ മാന്തി പൊളിച്ചിട്ട് പോയത് നേരിൽ കണ്ട അനുഭവം പറയുന്നത് കേട്ടാലും. എൻ്റെ പേര് ഷാജിയും, ഞാൻ കോട്ടയത്തു നിന്നാണ്, കോട്ടയം മണർകാട്. സാറേ, ഞാനിപ്പോൾ ഈ MA വർഗീസിന്റെ ഒരു ക്ലിപ്പ് സാറിന്റെ ഇതിൽ കണ്ടായിരുന്നേ. ഈ ക്ലിപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഓർമ്മ വന്നു. ഈ 93 ഈ പുള്ളി ഇതേപോലെ ഒരു സംഭവം, ഒരു ഉണർവ് യോഗം IPS എല്ലാം കൂടെ നടത്തിയ ഒരു ഉണർവ് യോഗത്തിൽ കഞ്ഞിക്കുഴി മുനിസിപ്പൽ മൈതാനം നടത്തിയ യോഗത്തിലെ ഈ പുള്ളി ഇതുപോലെ ഒരു നമ്പർ ഇറക്കിയായിരുന്നു. അവിടെ ഒരു ബോധം ഇളകി പുള്ളി ഇതുപോലെ അവിടെ വന്ന് ഒത്തിരി പാസ്റ്റർമാരെല്ലാം വന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ അവരെല്ലാം തല്ലുകൊണ്ട് പോയി. എന്നോട് ദൃക്സാക്ഷിയായിട്ട് ഞാൻ അവിടെ നിൽപ്പുണ്ട്. അവരെല്ലാം ഈ പെണ്ണ് ചാടി അടിക്കുക. അടിയെല്ലാം കഴിഞ്ഞ് ഒരു ഒതുങ്ങിയപ്പോൾ ഈ പുള്ളി ഒരു മുറിക്കാൻ ഷർട്ട കെട്ടിക്കൊണ്ട് വന്നു. ഞങ്ങൾ ബാംഗ്ലൂർ ജിന്നിനെ വിട്ടിട്ടുണ്ടെന്ന്. ജിന്ന് അപ്പൊ നമുക്ക് ജിന്ന് അടിച്ചിട്ടുണ്ടെന്നായിരിക്കും പറഞ്ഞത്. ബാംഗ്ലൂരിലിരുന്നേ ജിന്നാണെന്ന് പറഞ്ഞ് ജിന്നിനെ സത്യം പറയത്തുള്ളൂ. ജിന്നടിച്ച് എന്ന് അയാൾ പറഞ്ഞത് കറക്റ്റാ. അയാൾ അടിക്കുന്ന ബ്രാൻഡ് അതായിരിക്കും. എന്തോ നമുക്കതറിയില്ല. പക്ഷെ അതിങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങളെല്ലാം ഇങ്ങനെ കൗതുകത്തോടെ നോക്കി നിൽക്കുക. ഈ പെണ്ണ് രാവിലെ മുതൽ ഒരു 12-1 മണി വരെ ഇതവിടെ കിടന്ന് നാടകം കളിക്കുക. പുള്ളി ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ പ്രാർത്ഥിച്ചിട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ വിചാരിച്ചെന്ന് പറയുക. ഈ പുള്ളിയുടെ കൈത്തണ്ടം മൊത്തം മാന്തി അങ്ങ് പറിച്ച് നാണം കെട്ടി ഇപ്പോഴും കയ്യിലെ പാടുകയാണ്. 93 സംഭവം. ഞാനിപ്പോ സാറിന്റെ ഈ ന്യൂസ് മിക്കവാറും ഞാൻ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള അലവലാദികളെ പിടിച്ചു കെട്ടുന്ന സമയം നേരത്തെ കഴിഞ്ഞ്. അതുകൊണ്ട് നോക്കി ഞാൻ പറഞ്ഞ ഈ വട്ടളകേന്റെ ഒക്കെ മുന്നിൽ പോയി തലേ തുണി വിട്ട് ഇവൻ ദൈവദാസനാന്ന് പറഞ്ഞ് ഇരിക്കുന്നവരെ ഒന്ന് ഓർത്തുക്കി, അവരുടെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കി. എന്നോട് ഒരാൾ പറഞ്ഞു, മുസ്ലിം നിങ്ങൾ ചെയ്യുന്ന വളരെ മോശമാണ്. 10-30,000 വിശ്വാസികൾ പ്രാർത്ഥിക്കാൻ വരുന്ന ബാംഗ്ലൂരിൽ ഇയാളുടെ സെന്റർ ഭയങ്കരമാണ്, ഇയാള് ദൈവദാസനാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇയാള് 30,000 മൊണ്ണകളെ ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ ഇയാൾക്ക് യാതൊരു ആ വിശ്വാസികളെ ക്രിസ്തുവിൽ നിന്ന് മാറ്റി തെളിച്ച് ഇവൻ കൊണ്ടുപോയി അവരെ കറന്ന് ഉപജീവനം നടത്തി എന്നുള്ളതല്ലാതെ ഇവന് എന്തെങ്കിലും ഒരു കാര്യം ഇവൻ ചെയ്തിട്ടുണ്ടോ? പൈസ പിടുക എന്നുള്ള ഏക ലക്ഷ്യമാണ് ഇവന്മാരുടെ എല്ലാം ലക്ഷ്യം പൈസയാണ്. ഇയാള് തന്നെ അല്ലെ നോട്ടെണ്ണുന്ന മറ്റേ മുഷിഞ്ഞ നോട്ട് ഇടുന്നവരോടൊക്കെ എനിക്ക് വെറുപ്പാ നോട്ടെണ്ണുന്ന മെഷീൻ മേടിച്ചു വെച്ചെന്നൊക്കെ പറഞ്ഞത്. ഇയാള് തന്നെ ഈ MA വർഗീസ് തന്നെ. ഇവന്റെ മോനല്ലേ കോട്ടയത്ത് നിന്ന് നാളെ ഇവന്മാരുടെ പാസ്റ്റർമാരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാസ്റ്റർമാരുടെ ഭാര്യമാരെയും കൊണ്ട് പോകുന്നു എന്തൊക്കെ പറഞ്ഞത്. നാവമ്പട മൈതാനം ഇവരുടെ മീറ്റിങ്ങിന് തങ്കുവിന്റെ ഒക്കെ മീറ്റിംഗ് പൈശാചികോത്സവം 2024 അങ്ങനെ എന്തോ ഒരു പരിപാടി വന്നാവൻ പറഞ്ഞത്.
ശരിയാ അതെ, നിങ്ങൾ ഓർക്കുന്നുണ്ട്. എടാ, ഇവനൊക്കെ നാണമില്ല. ഇവൻ കുടുംബമായിട്ട് ഈ കൃഷിയായിട്ട് നടക്കുക, കുടിൽ വ്യവസായം നടത്തി ഇവനെ കേരളത്തിൽ നിന്ന് ഓടിച്ച് ഇവൻ കർണാടകത്തിൽ എവിടെ പോയി ഇതുപോലെ കുറെ അപ്പാവികളെ ഇവൻ കബളിപ്പിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഇവന്റെ മോനും ഇവനും കൂടെ കോട്ടൊക്കെ ഇട്ട് നടക്കുക ഇപ്പം. സാർ ചെയ്യുന്ന ഈ പ്രവർത്തനം എന്തായാലും ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവുന്നുണ്ട്, ജനങ്ങൾ ബോധവാന്മാരാകുന്നുണ്ട്. അല്ല, നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ പറഞ്ഞില്ല, ഈ പിശാചുക്കൾ, ഈ സാത്താന്റെ സന്തതി, ഇവനിൽ എന്തെങ്കിലും ദൈവാത്മാവ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഈ സാത്താനെയൊക്കെ ഇവനെ, ഈ പിശാചിന്റെ സന്തതിയെ, ഇവനെയും ഇവന്റെ മക്കളെയും ഇവന്മാരെയും കാണുന്നെടുത്തിട്ട് ജനങ്ങള്, വിശ്വാസികൾ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കൊരു ഒരു സാമാന്യ ബോധം വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇയാളോട് നമുക്ക് വ്യക്തിപരമായ വിദ്വേഷമൊന്നുമില്ല. ഈ സാത്താൻ ഇവൻ എത്ര ആയിരം ജനങ്ങളെ ദൈവത്തിൽ നിന്ന് നാട്ടിയകറ്റി. എന്നിട്ടും വിശ്വാസികൾ പറഞ്ഞു ഇവൻ ദൈവദാസനാണെന്നാണ് പറയുന്നത്. ഇവൻ സാത്താന്റെ ദാസനാണ്, മാമോൻ സേവകനായ ജനങ്ങൾ വീണുവാണ്. ഈ വാക്യാവതര്യം കൊണ്ട് ജനങ്ങൾ അങ്ങ് അടിപ്പെട്ട് പോവുക. എന്ത് ചെയ്യാൻ ഇവനെ ഇതിന്റെ കയ്യിൽ നിന്നൊക്കെ എങ്ങനെ? ലോട്ടറി കച്ചവടക്കാർ താളാത്മകമായി സംസാരിക്കത്തില്ലേ? ഇപ്പൊ നമ്മൾ ബസ്സിലൊക്കെ ഇങ്ങനെ വിളിച്ചു വിൽപ്പനക്കാരെ കണ്ടിട്ടില്ല, നല്ല രസകരമായിട്ട് സംസാരിക്കുന്നത്. അതുപോലൊരു സാധനം എന്നുള്ളൂ ഇവര്. എന്ത് വാക്ചാതുര്യം! കുറച്ച് വിശുദ്ധ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ കടമെടുത്ത് തീവട്ടിക്കൊള്ളയ്ക്ക് ഇറങ്ങിയ ഒരു കൊള്ളക്കാരൻ. ഇവന്റെ സന്തതിപരങ്ങളെയും വിശ്വാസികൾ സൂക്ഷിക്കുക. ഇവന്റെ പൈശാചിക ആലയത്തിൽ പോയാൽ നിത്യ നരകം ഉറപ്പാണെന്ന് ഉറപ്പാ. അത് ഉറപ്പാ സാറേ. ഇനിയെങ്കിലും ഈ കാലഘട്ടത്തിലെങ്കിലും ഈ പിശാചുക്കളെ ഇവന്മാരെ വിശ്വാസികള് കർത്താവ് ചാട്ടവാറ എടുത്തെങ്കിൽ ഒരു മിനിമം തൂമ്പാക്കയെങ്കിലും നമ്മൾ എടുക്കേണ്ട സമയമായി, ഇല്ലേ? അതെ നിശ്ചയമായിട്ടും. ഞാൻ സാറിന്റെ ഈ ന്യൂസ് കാണുന്നുണ്ട്. എനിക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മറ്റോട് പറയും. ഞാൻ പറയും സാറിന്റെ ഈ ന്യൂസ് നിങ്ങൾ കാണും എന്ന് പറഞ്ഞ് ഞാൻ മറ്റുള്ളവരെല്ലാം ഞാൻ ഈ കാര്യത്തിലേക്ക് പറഞ്ഞു കൊടുക്കുകയും സാറിന്റെ ഇത് ചാനൽ ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര് കാണുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കേണ്ടത് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് ഇന്ന് പല ഓരോരോ ഭാഷകളിലും തർജ്ജനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് വായിച്ചാൽ നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച് ഗ്രഹിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളെ ഉള്ളതില്. ആ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഇതുപോലുള്ള പൈശാചികദാസന്മാരുടെയും ദ്രവ്യദാസന്മാരുടെയും ആവശ്യമില്ല. നമ്മൾ വേദപുസ്തകം വായിക്കുക, വീട്ടിലിരുന്ന് കുടുംബസമേതം ദൈവത്തെ സ്തുതിക്കുക, ആ വചനങ്ങളെ പ്രവൃത്തിപഥത്തിലാക്കാൻ പറ്റാവുന്ന പ്രവർത്തികൾ കുടുംബസമേതം ചെയ്യുക. ഇന്ന് ഉണ്ടായെന്താ? ഈ കേരളത്തിൽ നിന്ന് ഓടിച്ച ഈ പിശാച് ഇവൻ കർണാടകത്തിൽ പോയി ഇന്നൊരു പൈശാചിക കേന്ദ്രം ഉണ്ടാക്കി. ഇവൻ അവിടുത്തെ മുതലാളിയായിട്ട് വാഴുന്നു. കുറെ മുണ്ണക്കുഞ്ഞാടുകളെ മേയിച്ച് 10-30 എണ്ണം ഇവന് സ്തോത്രകാഴ്ച ഇട്ട് കൊടുക്കാനുണ്ട്. ഇവൻ ആ സ്തോത്രകാഴ്ചയും തിന്ന് ഇവനും ഇവന്റെ മക്കളും സുഖലോലുപരായി ഈ ദൈവദൂഷണവും പറഞ്ഞു നടക്കുന്നു. അന്നേരം ഇവനിന്റെ ഒന്നും ഒരു ആത്മീയതയും ഇല്ല. ഇവൻ തീവട്ടിക്കൊള്ളക്കാരനാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. അതെ, അതിപ്പോ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. ഇവിടങ്ങളിലെ ആൾക്കാരൊന്നും പുള്ളി അങ്ങനെ വിളിക്കാറില്ല. കൺവെൻഷനൊക്കെ വന്നപ്പോൾ ഇപ്പൊ കുടുംബസമേതം ഈ വചന വിൽപ്പനയ്ക്ക് നടക്കുകയല്ലേ ഇവനും ഇവന്റെ മകനും മക്കളും ഒക്കെ. അതെ മൊത്തം എല്ലാരും ബിസിനസ്. കാരണം ഇത് ആദായ മാർഗമായിട്ട് കണ്ടെത്തി. കാരണം ഒരു ഇൻവെസ്റ്റ്മെന്റും വേണ്ട. ഒരു വേദപുസ്തകം മേടിച്ച് കഷത്തിൽ വെച്ച് ഒരു വെള്ള ഷർട്ടൂടെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ വേറെ ഒരു ഇൻവെസ്റ്റ്മെന്റും വേണ്ട. നാക്ക് മാത്രം മതി. കുറെ നുണ പറയാനുള്ള കഴിവും. ആ ലെവലിലേക്ക് ഇതിനെ കൊണ്ട് അകത്തൊടുപ്പ് ചെയ്യും ഈ മാർഗത്തെ, ഇല്ലേ? ഇന്ന് സത്യസന്ധമായി സുവിശേഷ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് പോലും അപമാനമായി മാറി ഇയാളും ഇയാളുടെ കുടുംബവും. നമ്മളെല്ലാരെയും അടച്ചാക്ഷേപിക്കുമ്പോഴല്ല, നമ്മൾ വിമർശിക്കുന്ന ഇത്തരത്തിലുള്ള ഈ മാമോൻ സേവകരായ ഈ സാത്താന്മാരെയാ. അതെ സാറേ, അത് അത്യാവശ്യമാണ്. ഈ സമൂഹത്തിൽ സാർ ചെയ്യുന്ന സേവനം വളരെ സുസ്ഥിരമാണ്. ഒരുപാട് പേർക്ക് അത് വെളിച്ചം പകരുന്നുണ്ട്, അറിവ് കിട്ടുന്നുണ്ട്. ഈ പൈശാചിക കൂട്ടായ്മയോട് ഒത്തിരി പേർക്ക് വിയോജിപ്പായി തുടങ്ങിയിട്ടുണ്ട്. അന്നേരം കർണാടകത്തിലൊക്കെ ഉള്ള ആളുകളോട് നമുക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് ആ ജനങ്ങളോട് പറയാനുള്ളത്, ഇവൻ സാത്താനാണ്. ഇവന്റെ ഈ സാത്താന്റെ ഈ കേന്ദ്രത്തിൽ പോയി ഇവന് കൊണ്ട് തലവെച്ച് കൊടുക്കരുത്. ആ സമയത്ത് വീടുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഇവന്റെ പൈശാചിക കേന്ദ്രത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുക. അതോ ഭൂതം ബാധിച്ചു നീവും പറയുന്ന ആ പെണ്ണ് മാന്തിയത് അവന്റെ കൈക്കായിപ്പോയി. വേറെ എവിടെങ്കിലും ആയിരുന്നെങ്കിൽ ഇന്ന് ഉടങ്ങി വീട്ടിലിരുന്നതിന്. ഇനി ഇതുപോലെ സത്യം പറഞ്ഞാൽ ഭൂതഗ്രസ്തരായ ആളുകൾ ഇവന്റെ അടുത്തേക്ക് പോകണം. ആ പഴി ഭൂതത്തിന് ഇരുന്നോളും. പിന്നെ ഇവനല്ല ചികിത്സ വേണ്ടിയത്, ഇവനാണ് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ആ ചർച്ചിലുള്ള എല്ലാവരെയും ഇവന്റെ ചികിത്സയിലാണ് അവർ കഴിഞ്ഞു പോകുന്നത്. അപ്പൊ പിന്നെ ഇവന് ചികിത്സയുടെ ആവശ്യമില്ലല്ലോ. അവിടെ ഇരിക്കുന്നവരാണ്, അവർക്കാണ് ചികിത്സ വേണ്ടിയത്. ഇതൊക്കെ കേട്ട്
സത്താൻ വർഗീസിൻ്റെ അടിമകൾ ഞങ്ങളെ വിളിക്കേണ്ട കാര്യമില്ല. കാരണം ഇതുപോലെയുള്ള ദുരുപദേശകരായ ദൈവദൂഷണം നടത്തുന്ന സാത്താന്മാരെ ഞങ്ങൾ യാതൊരു മയവുമില്ലാതെ വലിച്ചു കീറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. രക്ഷപ്രാപിച്ച ദൈവജനം കള്ളപ്രവാചകന്മാരെ അന്വേഷിച്ചു പോകേണ്ടതുണ്ടോ? ഈ സാത്താൻ വർഗീസിനെ പോലെയുള്ള കള്ളപ്രവാചകന്മാരെ കുറിച്ച് വചനം എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. യിരെമ്യാ 14:14 ഇപ്രകാരം പറയുന്നു: യഹോവ എന്നോട് അരുളി ചെയ്തു, പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്നു. ഞാൻ അവരെ അയച്ചിട്ടില്ല, അവരോട് കൽപ്പിച്ചിട്ടില്ല, അവരോട് സംസാരിച്ചിട്ടുമില്ല. അവർ വ്യാജദർശനവും പ്രശ്നവാക്യവും ഇല്ലാത്ത കാര്യവും സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയും നിങ്ങളോട് പ്രവചിക്കുന്നു. അതുപോലെ തന്നെ യിരെമ്യാ പ്രവാചകൻ യിരെമ്യാവ് 23:32 ഇപ്രകാരം പറയുന്നു: വ്യാജ സ്വപ്നങ്ങളെ പ്രവചിച്ച് വിവരിച്ച് ഭോഷ്ക് കൊണ്ടും വ്യർത്ഥ പ്രശംസ കൊണ്ടും എൻ്റെ ജനത്തെ തെറ്റിച്ച് കളയുന്നവർക്ക് ഞാൻ വിരോധമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരെ അയച്ചിട്ടില്ല, അവരോട് കൽപ്പിച്ചിട്ടില്ല, അവർ ഈ ജനത്തിനൊട്ടും പ്രയോജനമായിരിക്കുന്നുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുപോലെ ആവർത്തന പുസ്തകം 18:20 ഇപ്രകാരം പറയുന്നു: ദൈവം കൽപ്പിക്കാത്ത വചനം ദൈവത്തിൻ്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുന്നവൻ കള്ളപ്രവാചകൻ, അതിന് ശിക്ഷ മരണം. കള്ളപ്രവാചകന്മാരെ അവരുടെ ഫലങ്ങളാൽ തിരിച്ചറിയാം. ദൈവവചനത്തിൻ്റെ അനുസരണത്താൽ ഉളവാകുന്ന ആത്മഫലങ്ങൾ ഇല്ലാത്തവർ കള്ളപ്രവാചകന്മാർ. മത്തായിയുടെ സുവിശേഷം 7:15-16 ഇപ്രകാരം പറയുന്നു. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 7:15 ഇപ്രകാരം പറയുന്നു: യേശു പറഞ്ഞു, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? ഈ സാത്താൻ വർഗീസിനെ പോലെയുള്ള കള്ളപ്രവാചകന്മാരുടെ അടുത്ത് പോകുന്ന ദൈവജനം ഒരു കാര്യം ചിന്തിക്കണം. ദാവീദ് ദൈവവചനം അനുസരിച്ച് നടന്ന കാലത്തൊന്നും നാഥാൻ പ്രവാചകന് ഒരു മുന്നറിയിപ്പോ പ്രവചനമോ കൊടുക്കേണ്ടി വന്നില്ല. കാരണം ദാവീദ് ദൈവത്തോട് അത്രത്തോളം അടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ തന്നിഷ്ടത്തിന് ജീവിച്ച ശൗലിന് എപ്പോഴും ഒരു പ്രവാചകൻ കൂടെ വേണമായിരുന്നു. ഇന്ന് ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പോലും പ്രവാചകനെ അന്വേഷിച്ച് പോകുന്നവരുണ്ട്. അവർ 1-ാം സങ്കീർത്തനം മനസ്സിരുത്തി വായിച്ചാട്ടെ: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഈ വചനം വായിച്ചാൽ നിങ്ങൾ ഇതുപോലെയുള്ള പൈശാചികദാസന്മാരെയും കള്ളപ്രവാചകന്മാരെയും അന്വേഷിച്ച് അവരുടെ മടകളിൽ പോകുമോ? ഒരിക്കലുമില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.